ചില ഗെയിംസൊക്കെ നമ്മൾ കളിച്ചു തീർക്കുമ്പോൾ സ്റ്റോറി മുഴുവനും കളിച്ച് ഫിനിഷ് ചെയ്ത് ക്രെഡിറ്റ്സ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഗെയിമിനൊരു സീക്വലും കൂടി എങ്ങനെയെങ്കിലും വരണം എന്നോർത്ത് കാണും. അങ്ങനെ നമ്മളെ തോന്നിപ്പിക്കണമെങ്കിൽ ആ ഗെയിമിൽ എന്തോ സ്പെഷ്യലായിട്ട് നമ്മളെ അട്രാക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നതാണ് അർത്ഥം. പക്ഷെ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിലും ആ ഗെയിമിന് സീക്വൽ വരില്ല എന്ന കാര്യം അറിയുമ്പോൾ അത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. സോ അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരുന്ന് കളിച്ച് സീക്വൽ വരണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഗെയിംസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത്. സോ ദിസ് ഈസ് വിച്ചു ഫ്രം ഗെയിമിംഗ് അറ്റ് സ്ട്രെൻഡ്സ് യൂട്യൂബ് ചാനൽ. ലെറ്റ്സ് ബിഗിൻ. 2004 റോക്സ്റ്റാർ ഗെയിംസിൻ്റെ എക്കാലത്തെയും മികച്ച GTA ഗെയിമായ GTA സാൻ ആൻഡ്രിയാസ് റിലീസായിട്ട് എല്ലാവരും അതും കളിച്ചിരുന്ന് എല്ലാ സ്ഥലത്തും GTAനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ വരുന്നത്. ടോട്ടൽ ഓവർഡോസ്, എ ഗൺസ്ലിംഗർ സ്റ്റൈൽ ഇൻ മെക്സിക്കോ. ഓപ്പൺ വേൾഡ് എലമെൻറ്റിൻ്റെ കാര്യത്തിൽ GTAയുടെ കൂടെ കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും GTA സാൻ ആൻഡ്രിയാസിൽ ഉണ്ടായതിനേക്കാളും കുറേ ഫണ്ണായിട്ടുള്ള ഗെയിം പ്ലേ എലമെൻറ്റ്സ് ഈ ഗെയിമിലുണ്ട്. ഈ ഗെയിമിൽ ടോട്ടൽ 3 ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക: റമീറോ, ടോമി, എർണസ്റ്റോ. നമ്മൾ കൂടുതൽ സമയവും റമീറോനെയാണ് കൺട്രോൾ ചെയ്യുക. ഗെയിം പ്ലേയുടെ കാര്യം ചുരുക്കത്തിൽ പറഞ്ഞാൽ അടി, പിടി, വലി, പുക. ചില മിഷൻസൊക്കെ കളിച്ചു തീർക്കുമ്പോൾ ബാലയുടെ പടത്തിൽ വരുന്ന ഫൈറ്റ് സീൻസ് പോലെയാണ് ഫീൽ ചെയ്യുക. ഗെയിമിൻ്റെ സെക്കൻഡ് പാർട്ടിന് വെയിറ്റ് ചെയ്യുന്നതിന് പ്രധാന കാരണം ഈ ഗെയിം പ്ലേ ഒന്നുമല്ല, മെയിൻ വില്ലനാണ്. KGFിലുള്ളതൊക്കെ പോലെ ഈ ഗെയിമിൽ മെയിൻ വില്ലന് വേണ്ടി ഹൈപ്പ് കൊടുത്ത് അവസാനം വരെ ആ വില്ലനെ കാണിച്ചിട്ടുണ്ടാവില്ല. ശരിക്കും ആ ഒരു വില്ലൻ കാരണമാണ് ഗെയിമിൽ പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ശരിക്കും ഈ ഗെയിം കളിച്ചു തീർക്കുമ്പോൾ സീക്വൽ വരുന്ന കാര്യം നമ്മൾ തന്നെ കൺഫേം ചെയ്യും. അതേപോലെ തന്നെ ഗെയിമിൻ്റെ ഡെവലപ്പേഴ്സായ ഡെഡ്ലൈൻ ഗെയിംസ് ടോട്ടൽ ഓവർഡോസ് 2 ടെക്കില ഗൺറൈസ് എന്ന പേരിൽ സീക്വലും ഡെവലപ്പ് ചെയ്തു വെച്ചതായിരുന്നു. ഗെയിം 2010 മുന്നേ റിലീസ് ചെയ്യാനുള്ള പ്ലാനിലുമാണ് ഉണ്ടായത്. പക്ഷേ ഡെവലപ്മെൻറ്റ് സ്റ്റുഡിയോക്ക് കുറേ നഷ്ടങ്ങൾ ഉണ്ടായതുകൊണ്ടും പബ്ലിഷേഴ്സായ ഇഡിയോസിനെ സ്ക്വയർ എനിക്സ് പൈസ കൊടുത്ത് വാങ്ങുന്നത് കൊണ്ടും ടോട്ടൽ ഓവർഡോസ് 2ൻ്റെ കാര്യം ആരും ശ്രദ്ധിക്കാതെ തന്നെ പോകുന്നു. സോ ടോട്ടൽ ഓവർഡോസിന് ഒരു സീക്വൽ ഗെയിം ഇനി വരില്ല. നെക്സ്റ്റ് പറയാൻ പോകുന്ന ഗെയിം എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് തന്ന ഒരു ഗെയിമാണ്. ഇത് കേട്ട് പലരും ഞാൻ ആ ഗെയിം കളിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നുണ്ടാവും. സത്യാവസ്ഥ എന്തെന്നാൽ ഞാൻ ആ ഗെയിം 10 മിനിറ്റ് പോലും തുടർച്ചയായി ഇരുന്ന് കളിച്ചിട്ടില്ല. അത് വേറെ ഏത് ഗെയിമുമല്ല, വാൽവിൻ്റെ ഹാഫ് ലൈഫ് 2 ആണ്. ഈ ഗെയിം എനിക്കങ്ങനെ എന്ത് എക്സ്പീരിയൻസ് ആണ് തന്നതെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് പേഴ്സൺ ഗെയിംസ് എനിക്ക് കളിക്കാൻ പറ്റില്ല എന്ന സത്യാവസ്ഥ മനസ്സിലാക്കി തന്നത് ഈ ഹാഫ് ലൈഫ് 2 ആണ്. ഈ ഗെയിം തുടങ്ങിയത് മുതൽ തന്നെ എന്തോ പോലെ ഫീൽ ചെയ്തുകൊണ്ടിരുന്നു. അവസാനം ആകെ തളർന്ന അവസ്ഥയിൽ ഞാൻ എത്തി. അതിനുശേഷം ഈ ഗെയിമിൻ്റെ പോസ്റ്റർ എവിടെയെങ്കിലും കണ്ടാൽ പോലും എന്തോ പോലെ തോന്നാൻ തുടങ്ങും. സോ ഹാഫ് ലൈഫ് 2 ഒരു സയൻസ് ഫിക്ഷൻ ഫസ്റ്റ് പേഴ്സൺ ഷൂട്ടർ ഗെയിമാണ്. 1998 ആദ്യത്തെ ഹാഫ് ലൈഫ് ഗെയിം പുറത്തു വരുന്നത്. അതിനുശേഷം 2004 ഹാഫ് ലൈഫ് 2 പുറത്തു വരുന്നത്. സോ ഏകദേശം 18 വർഷമായി ഈ ഗെയിമിൻ്റെ സീക്വലിന് വേണ്ടി ഗെയിമേഴ്സ് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. യെസ്, 18 വർഷം. 2010 മുന്നേ ഇപ്പോൾ GTA 6 വേണ്ടി ഗെയിമേഴ്സ് വെയിറ്റ് ചെയ്യുന്നത് പോലെ ഫോറിൻ കൺട്രീസിൽ ഈ ഹാഫ് ലൈഫ് 3 എന്ന ഗെയിമിന് വേണ്ടി വെയിറ്റ് ചെയ്തതാണ്. ഈ ഗെയിംസിൻ്റെ ഒക്കെ പ്ലോട്ട് സിമ്പിളായിട്ട് പറയണമെങ്കിൽ വേറൊരു ഡയമെൻഷനിൽ നിന്ന് ഏലിയൻസ് എർത്തിലോട്ട് വരാൻ തുടങ്ങുന്നു. അവരുടെ കൂടെ ഫൈറ്റ് ചെയ്ത് തടുക്കുന്നതാണ് ഈ ഗെയിമിൻ്റെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത്. റീസെൻ്റായിട്ട് എന്ന് പറയുമ്പോൾ ഒരു 2 ഇയേഴ്സ് മുന്നേ ഹാഫ് ലൈഫിൻ്റെ ഒരു VR ഗെയിം അനൗൺസ് ചെയ്തിരുന്നു. അനൗൺസ് ചെയ്ത സമയം അവസാനം ഹാഫ് ലൈഫ് 3 വരുന്നുണ്ടെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ ഇത് ഹാഫ് ലൈഫ് 3 അല്ല. ശരിക്കും വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ലൈനാണ് ഇതുവരെ റിലീസായ ഹാഫ് ലൈഫ് ഗെയിംസിലൊക്കെ ഉണ്ടായത്. കുറേ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഉണ്ട്. ഹാഫ് ലൈഫ് 3 ഇനി വരുമോ എന്ന് ചോദിച്ചാൽ വരാനും വരാതിരിക്കാനും ചാൻസസ് ഉണ്ട്. അവസാനമായിട്ട് ഡെവലപ്പേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ഹാഫ് ലൈഫ് 3നെ കുറിച്ച് പറഞ്ഞത് 2006 നോർമലി വീഡിയോ ഗെയിംസിലെ ക്യാരക്ടേഴ്സിൻ്റെ കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അധിക കാര്യങ്ങളൊന്നും ഗെയിംസിൽ ഉണ്ടാവാറില്ല. പക്ഷേ റോക്സ്റ്റാർ ഗെയിംസിൻ്റെ 2006 പുറത്തു വന്ന ബുള്ളി എന്ന ഗെയിമിൽ നമ്മൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം ആ ഗെയിമിൽ ഒരു സ്കൂളിൽ പഠിക്കുന്ന പയ്യനായിട്ടാണ് നമ്മൾ കളിക്കുന്നത്. ഇതിൻ്റെ സീക്വലായ ബുള്ളി 2 റിലീസാവുമെന്ന് കുറേ കാലമായിട്ട് ലോകമെമ്പാടുമുള്ള ഗെയിമേഴ്സ് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. 2006 ശേഷം ബുള്ളി 2 ഇപ്പം വരും അപ്പം വരും, ബുള്ളി റീമാസ്റ്റർ വരും, ബുള്ളി 2 എന്ന ഗെയിം റോക്സ്റ്റാർ ഗെയിംസ് ക്യാൻസൽ തന്നെ ചെയ്തു എന്നൊക്കെ കുറേ റൂമേഴ്സ്
അവിടെയും ഇവിടെയും നിന്നൊക്കെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് 2 വീക്സ് ആയിട്ട് ഈ ബുള്ളി 2 എന്ന ഗെയിം ഈ വർഷം അനൗൺസ് ചെയ്യുമെന്ന് പറഞ്ഞ് കുറേ ലീക്സും റൂമേഴ്സും ഒക്കെ വരുന്നുണ്ട്. അത് സത്യമാണോ അല്ലയോ എന്നറിയില്ല. പേഴ്സണലി എനിക്ക് ഈ ബുള്ളി എന്ന ഗെയിമിനോട് വലിയ രീതിയിൽ താല്പര്യമില്ല. റോക്ക് സ്റ്റാർ ഗെയിംസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു ഗെയിം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ആ ഒരു രീതിയിൽ ഹൈപ്പ് എനിക്കുണ്ട്. റീസെൻ്റ് ആയിട്ട് ഒരു ഫോർമർ റോക്ക് സ്റ്റാർ ഡെവലപ്പർ ബുള്ളി 2 ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞ് ഗെയിം ഡെവലപ്മെൻറ്റിൻ്റെ സമയത്തുണ്ടായ കുറച്ച് കാര്യങ്ങൾ പുറത്തുവിട്ടിരുന്നു. അതിൽ ഗെയിമിൻ്റെ മാപ്പ് വളരെ വലുതായിരിക്കുമെന്ന് മെൻഷൻ ചെയ്തിരുന്നു. സോ ഇനി ബുള്ളി 2 വരാനും വരാതിരിക്കാനും ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് കാത്തിരുന്ന് കാണാം ഗെയിം വരുമോ ഇല്ലയോ എന്ന്. Guess what time it is? Yep, time for a beatdown. Get the new kid. റോക്ക് സ്റ്റാർ ഗെയിംസ് പബ്ലിഷ് ചെയ്ത് 2011 പുറത്തു വന്ന എൽ.എ. നോയർ ഒരു ഡിറ്റക്റ്റീവിനെ ബേസ് ചെയ്ത് 1947 സെറ്റ് ചെയ്ത ആക്ഷൻ അഡ്വഞ്ചർ ഗെയിമാണിത്. പൊതുവെ റോക്ക് സ്റ്റാർ ഗെയിംസിൽ നമ്മൾ ക്രൈംസ് ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുന്ന ഒരാളായിട്ടാണ് കളിക്കാറ്. പക്ഷേ ഈ ഗെയിമിൽ കോൾ ഫെൽപ്സ് എന്ന പോലീസ് ഓഫീസറായിട്ടാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. യെസ്, ഓഫ് കോഴ്സ്, ക്രിമിനൽസിനെ എതിർത്ത് പോരാടുന്ന ഒരു പോലീസ് ഓഫീസറായിട്ടാണ് നമ്മൾ കളിക്കുന്നത്. റീസെൻ്റായിട്ട് റിലീസാവുന്ന ഗെയിംസിലെ മോഷൻ ക്യാപ്ചറും ഫേഷ്യൽ ആനിമേഷൻസും ഒക്കെ മോശമാണെങ്കിൽ പോലും ഏകദേശം 11 വർഷം മുന്നേ റിലീസായ ഈ ഗെയിമിൻ്റെ ഫേഷ്യൽ ആനിമേഷൻസിൻ്റെ കൂടെയാണ് കമ്പയർ ചെയ്യുന്നത്. ഈ ഗെയിമിൽ കുറ്റവാളികളെ ചോദ്യം ചെയ്യുന്ന സീൻസൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. ഇത്രക്കും മികച്ച ഒരു ഗെയിം മുഴുവനും ഇരുന്ന് ഫിനിഷ് ചെയ്യുമ്പോൾ ആർക്കാണെങ്കിലും സീക്വൽ റിലീസാവാൻ വേണ്ടി ആഗ്രഹം തോന്നും. പക്ഷേ ഈ ഗെയിമിൻ്റെ സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് എവിടെയും ഇതുവരെ ഗെയിമിൻ്റെ ഡെവലപ്പേഴ്സോ റോക്ക് സ്റ്റാർ ഗെയിംസോ മെൻഷൻ ചെയ്തിട്ടില്ല. കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ ഗെയിമിൻ്റെ 10th ഇയർ ആനിവേഴ്സറി ആഘോഷിക്കുന്നതിനിടെ ഹോളിവുഡ് റിപ്പോർട്ടർ ഇതിൻ്റെ സീക്വലിനെ കുറിച്ച് മെയിൻ പ്രോട്ടാഗണിസ്റ്റിന് വോയിസ് കൊടുത്ത ആക്ടറിനോട് ചോദിച്ചിരുന്നു. അതിന് അദ്ദേഹം ഇതുവരെ എൽ.എ. നോയറിൻ്റെ സീക്വലിനെ കുറിച്ച് ഡെവലപ്പേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ഒരു വിവരവും പുറത്തു വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് കഴിഞ്ഞ വർഷം വരെ ഈ ഗെയിമിൻ്റെ സീക്വൽ ഡെവലപ്പ് ചെയ്യാനുള്ള വർക്ക് തുടങ്ങിയിട്ടില്ല എന്നതാണ് സത്യം. ഇനി വരാനും ചാൻസസ് കുറവാണ്. What do you think? Looks like plenty of physical evidence. Give the place a once over and we'll go from there. അടുത്തത് GTA 6. 2013 പുറത്തു വന്ന GTA 5ൻ്റെ സീക്വലാണിത്. ലോകമെമ്പാടുമുള്ള ഗെയിമേഴ്സ് വർഷങ്ങളായി ഈ ഗെയിമിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞ് മടുത്ത്. അതുകൊണ്ട് GTA 6 ഈ ലിസ്റ്റിലില്ല. നീ തൽക്കാലം ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റിന് ശേഷം വന്നാൽ മതി. എനിക്കുണ്ട് ആഗ്രഹങ്ങളൊക്കെ. നിങ്ങളൊക്കെ എന്നെ ജയിലിലിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ പേഴ്സണലി GTA 6-നേക്കാളും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന ഗെയിമിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. GTA 6-നേക്കാളും വെയിറ്റ് ചെയ്യാൻ അതെന്താ അത്രക്കും മികച്ച ഗെയിം ആയിരിക്കുമോ എന്ന് ചോദിച്ചാൽ അത് അത്ര വലിയ ഗെയിം തന്നെയാണ്. ഹൈപ്പ് കൊടുത്തത് മതി. ഇപ്പം ഗെയിം ഏതാണെന്ന് നോക്കാം. ശരിക്കും എനിക്ക് രോമാഞ്ചം ഉണ്ടായി. ഞാൻ എൻ്റെ ലൈഫിൽ ഉറക്കം കളഞ്ഞിരുന്ന് കുറേ ഗെയിംസ് കളിച്ചിട്ടുണ്ട്. പക്ഷേ രാവിലെ അലാറം വെക്കാണ്ട് എണീച്ചിരുന്ന് കളിച്ച ഗെയിം ഒന്നേ ഉള്ളൂ. അതാണ് എൽഡർ സ്ക്രോൾസ് 5 സ്കൈറിം. രാവിലെ എണീച്ച് കളിച്ചതിന് ശേഷം സ്കൂളിൽ പോയിട്ട് ക്ലാസ്സിലിരുന്ന് ഈ ഗെയിമിനെ കുറിച്ചാണ് ആലോചിക്കുക. ഇല്ലെങ്കിലും ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല സ്കൂളിലേക്ക് പോകാറുള്ളത്. ഫ്യൂച്ചറിൽ വലിയ PC ഒക്കെ ബിൽഡ് ചെയ്ത് ഗെയിംസ് കളിക്കുന്ന സ്വപ്നമാണ് കണ്ടിരിക്കാറ്. സോ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, 1994 ആദ്യത്തെ എൽഡർ സ്ക്രോൾ ഗെയിം പുറത്തു വരുന്നത്. അങ്ങനെ ഇതുവരെ 5 എൽഡർ സ്ക്രോൾസ് ഗെയിംസാണ് പുറത്തു വന്നത്. അവസാനമായിട്ട് പുറത്തു വന്നതാണ് സ്കൈറിം. സ്കൈറിമിൻ്റെ സ്റ്റോറി ലൈനിനെ കുറിച്ച് നോക്കിയാൽ സ്കൈറിമിൻ്റെ ബോർഡറിൽ ഇല്ലീഗലായിട്ട് മെയിൻ പ്രോട്ടാഗണിസ്റ്റ് ക്രോസ് ചെയ്യുന്നത് കൊണ്ട് ഇമ്പീരിയൽ സോൾജേഴ്സ് അവനെ പിടികൂടുന്നു. എന്നിട്ട് വധശിക്ഷയും നൽകുന്നു. അപ്പോൾ ആൽഡ്യൂൻ എന്ന ഡ്രാഗൺ അവിടെയുള്ളവരെ ആക്രമിക്കുന്നത് കൊണ്ട് മെയിൻ പ്രോട്ടാഗണിസ്റ്റ് രക്ഷപ്പെടുന്നു. അതിനുശേഷമാണ് മെയിൻ പ്രോട്ടാഗണിസ്റ്റ് ഡ്രാഗൺ ബോൺ ആണെന്ന സത്യം മനസ്സിലാക്കുന്നത്. ഇതൊരു RPG ഗെയിം ആയതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യാനും കളക്ട് ചെയ്യാനുമുണ്ട്. പിന്നെ ഈ ഗെയിമിലെ ലൊക്കേഷൻസൊക്കെ അത്രക്കും ബ്യൂട്ടിഫുൾ ആണ്. കുറച്ച് പഴയ ഗെയിം ആയതുകൊണ്ട് തന്നെ ഗ്രാഫിക്സൊക്കെ നിങ്ങൾക്ക് അത്ര മികച്ചതായിട്ട് തോന്നില്ല. പക്ഷേ ഞാൻ ഈ ഗെയിം കളിച്ച സമയം നല്ലൊരു ഗ്രാഫിക്സ് ആയിട്ട് തന്നെയാണ് തോന്നിയത്. ഈ ഗെയിമിന് കുറേ മോഡ്സ് ഉണ്ട്, ഓൾസോ ഗ്രാഫിക്സ് മോഡ്സും ഉണ്ട്. അത് യൂസ് ചെയ്ത് ഗ്രാഫിക്സിനെ റിയലിസ്റ്റിക് ആക്കാൻ പറ്റും. ഈ ഗെയിമിൽ എന്തോ ഒന്ന് ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. അത് കളിച്ചവർക്ക് ഞാനെന്താ പറയാൻ വരുമെന്ന് മനസ്സിലാവും. ഒരു പ്രത്യേക വൈബാണ് ഈ ഗെയിം കളിക്കുമ്പോൾ ലഭിക്കുക. സ്കൈറിം തന്നെ അങ്ങനെയാണെങ്കിൽ അടുത്ത് വരാൻ പോകുന്ന എൽഡർ സ്ക്രോൾ ഗെയിം എത്ര വലുതായിരിക്കും, എന്തൊക്കെ കാര്യങ്ങൾ പുതുതായി വരുമെന്ന് ആലോചിക്കുമ്പോൾ തന്നെ വേഗം ഗെയിം ഒന്ന് റിലീസായാൽ മതിയെന്ന് തോന്നുന്നു.
3 കൊല്ലം മുന്നേ ബെത്തസ്ഡ ഒഫീഷ്യലായിട്ട് എൽഡർ സ്ക്രോൾസ് 6 അനൗൺസ് ചെയ്തതാണ്. അതിനുശേഷം ഒരു വിവരവും അതിനെക്കുറിച്ച് വന്നിട്ടില്ല. ഗെയിം ലേറ്റായി വന്നാലും കുഴപ്പമില്ല, മാക്സിമം എഫേർട്ട് ഇട്ട് നല്ലൊരു ഗെയിമായിട്ട് റിലീസ് ചെയ്താൽ മതി. ഇതിൽ നിങ്ങൾ ഏത് ഗെയിമിനാണ് കൂടുതൽ വെയിറ്റ് ചെയ്യുന്നതെന്ന് കമൻസിൽ മെൻഷൻ ചെയ്യൂ. ഈ ലിസ്റ്റിൽ ഞാൻ പറയാത്ത വേറെ സീക്വൽസിനെ കുറിച്ച് വെയിറ്റ് ചെയ്യുവാണെങ്കിൽ അതും താഴെ കമൻസിൽ മെൻഷൻ ചെയ്യൂ. സോ ഞാൻ ഈ വീഡിയോ അവസാനിക്കുന്നത് ഇഷ്ടപ്പെട്ടു ലൈക്ക് ഷെയർ കമൻറ്റ് ചാനൽ സബ്സ്ക്രൈബ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി വേറെ നല്ല വീഡിയോ കാണുന്ന ഫ്രം ഗെയിമിംഗ് ഫ്രണ്ട്സ്. പീസ് ഔട്ട്.